നമസ്കാരം. ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് ഇന്ത്യ vs പാകിസ്ഥാൻ ഫൈനൽ. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇന്ത്യൻ ടീമിൻ്റെ ടഫ്നെസ്, മെൻ്റൽ ടഫ്നെസ്സാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയില്ല ഈ ഒരു സീരീസിൽ. ഇപ്പോൾ നമ്മൾ T20 വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ട് നമ്മൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോയതിനു ശേഷം, വിരമിച്ചതിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് മത്സരങ്ങൾ ജയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ബയലാറ്ററൽ സീരീസുകളായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ടൂർണമെൻറ്റിലേക്ക് ഇന്ത്യ ഇതുവരെ എത്തപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഏഷ്യ കപ്പിലേക്ക് വന്നത് ഇപ്പോൾ ബാക്കിയെല്ലാം ചെറിയ ടീമാണെന്ന് നമുക്ക് തോന്നിയെന്നുണ്ടെങ്കിലും ഫൈനലിലേക്ക് വന്നപ്പോൾ ഇറ്റ്സ് എ ഫൈനൽ ആൻഡ് എ ബിഗ് ഗെയിം. പാകിസ്ഥാൻ എതിരാളിയായിട്ട് വരുന്നു. അവർ ഇത്രയും നല്ലൊരു പെർഫോമൻസും കാഴ്ചവെക്കുന്നു. അത് ഇന്ത്യയെ ചലഞ്ച് ചെയ്തു അവർ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു മാച്ചിൽ ഇന്ത്യ കെയിം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു പെർഫോമൻസ് തന്നെയാണ്. എക്സലൻറ്റ് പെർഫോമൻസ് തന്നെയാണ്. അത് ആദ്യം തന്നെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യക്ക് ടോസ് കിട്ടി, പാകിസ്ഥാനെ ബാറ്റ് ചെയ്യാനായിട്ട് അയച്ചു. വെരി ഗുഡ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ടീമിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഹാർദിക് പാണ്ഡ്യ പരിക്ക് മൂലം കളിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ വേൾഡ് കപ്പിലും കണ്ടു ഹാർദിക് പാണ്ഡ്യ കളിക്കാതിരുന്നപ്പോൾ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ധൈര്യപൂർവ്വം എടുത്ത കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. ഹാർദിക് പാണ്ഡ്യ കളിക്കാതെ വരുമ്പോഴത്തേക്ക് റിങ്കു സിംഗിനെയും ശിവൻ ദൂബെയും ടീമിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാമായിരുന്നു. റിങ്കു സിംഗിനോ അല്ലെങ്കിൽ ശിവൻ ദൂബയ്ക്കോ പകരം. ശിവൻ ദൂബയ്ക്ക് ഒബിയസ്ലി പറ്റില്ല. റിങ്കു സിംഗിന് പകരം ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാമായിരുന്നു. കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ ബോളിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്ത്യ ഡൺ വെൽ. അവരെടുത്ത ഡിസിഷൻസ് കറക്റ്റായിരുന്നു. അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരതിൻ്റെ റിസൾട്ടും കണ്ടെത്തി. കാരണം റിങ്കു ഫീൽഡിലായാലും അതുപോലെ തന്നെ അവസാനം വന്നിട്ട് ആ പ്രഷർ സിറ്റുവേഷനിൽ അടിച്ച റണ്ണായാലും ഇറ്റ്സ് വാല്യുബിൾ. അതുപോലെ തന്നെ ശിവൻ ദൂബെ ഫസ്റ്റ് ഈ കളി തുടങ്ങി ഫസ്റ്റ് 2 overs ശിവൻ ദൂബെ ഇറങ്ങിയത് വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 overs. കാരണം അവിടെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ക്യാപിറ്റലൈസ് ചെയ്യായിരുന്നു. ആ മണ്ടന്മാരത് ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ശിവൻ ദൂബെ അത് വളരെ ടൈറ്റായിട്ട് തന്നെ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ലൈൻ ലെങ്തിലും അത് എറിഞ്ഞ് മാറാനായിട്ട് ശിവൻ ദൂബയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് തുടക്കത്തിൽ നമ്മളെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതിന് വേറൊരു വശം കൊണ്ടുണ്ട്. ശിവൻ ദൂബെ ആ ഒരു 2 over എറിഞ്ഞത് കൊണ്ട് കുറച്ച് പാകിസ്ഥാൻ്റെ ബാറ്റ്സ്മാർ കുറച്ച് ചലഞ്ച് ഇല്ലാതെ സെറ്റിൽ ആവാനായിട്ട്, ഇങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ, പ്രഷർ മാച്ചിൽ സെറ്റിൽ ആവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. റൺസ് അടിച്ചില്ലെങ്കിൽ പോലും അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം ഈ ഒരു ശിവൻ ദൂബയുടെ 2 over കൊടുത്തു എന്നുള്ളത് അതിൻ്റെ ഒരു മറുവശമാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല. ഹാർദിക് പാണ്ഡ്യ ഇല്ലാതിരുന്ന സമയത്തുകൊണ്ട് ഇന്ത്യ അതിൽ ഉറച്ചു നിന്നു. അത് ഒരു ഡീസൻ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം അവർ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാൻ ബാറ്റ്സ്മാർ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 11 over എന്തോ ആയപ്പോഴത്തേക്ക് 113 ഒരു വിക്കറ്റേ പോയിട്ടുള്ളായിരുന്നു. അതിന് മുമ്പ് തന്നെ അവർ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ സഹിതം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുൽദീപ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഹൗ ദിസ് ടീം കെയിം ബാക്ക്, അത് പ്രത്യേകിച്ചും വരുൺ ചക്രവർത്തി ആ ഫർഹാൻ്റെ വിക്കറ്റ് എടുത്ത ഒരു വിധം. അതായത് കുൽദീപ് യാദവ് വിക്കറ്റ് ടു വിക്കറ്റ് ആദ്യം എറിയാൻ കുറച്ചൊന്ന് ഒരു കോൺഫിഡൻസിന്, ഫൈനലാണ് ഇത്രയും പ്രഷർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ധൈര്യക്കുറവ് കുൽദീപ് യാദവിനും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫർഹാൻ ഔട്ടായ ബോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ബോൾ അടി കിട്ടിയിട്ട് പോലും ആ ഒരു കറേജ് കാണിച്ചു വിക്കറ്റിൽ എറിയാനായിട്ടും. സ്വന്തം സ്കില്ലിൽ ട്രസ്റ്റ് ചെയ്ത് ആ ബോൾ എറിയാനായിട്ട് കാണിച്ച കറേജാണ് ഇന്ത്യക്ക് ഫസ്റ്റ് വിക്കറ്റ് തന്നത്. അതിനുശേഷം അക്ഷർ പട്ടേൽ ആയാലും കുൽദീപ് യാദവ് ആയാലും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ കൊടുത്തു. അതിനുശേഷം ഇന്ത്യക്ക് ഒരു ത്രെട്ടായിട്ട് തോന്നിയ നമ്മുടെ ഫക്കർ സമാനെയും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി എടുത്തു. എന്നെ സംബന്ധിച്ച് ബോളിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിക്കറ്റ് അത് രണ്ടായിരുന്നു. ഒന്ന് ഫർഹാൻ്റെ വിക്കറ്റും അതുപോലെ തന്നെ ഫക്കർ സമാൻ്റെ വിക്കറ്റും, രണ്ടും വരുൺ ചക്രവർത്തിയാണ് തന്നെ എടുത്തത്. കുൽദീപും അക്സറും വിക്കറ്റ് എടുത്തു. കുൽദീപ് 4 വിക്കറ്റ് എടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ്സ് ആണ്. പക്ഷേ അവരുടെ മിഡിൽ ഓർഡർ അറിയാമല്ലോ, അത്ര വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മിഡിൽ ഓർഡറില്ല. അതുകൊണ്ട് തന്നെ ആ വിക്കറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 വിക്കറ്റ് തന്നെയാണ്. പിന്നീട് ബൂമ്ര വന്നിട്ട് അവസാനം വന്നിട്ട് എറിഞ്ഞ് അധിക റൺസ് അങ്ങോട്ട് 146 നിൽക്കുമ്പോൾ ആ ലാസ്റ്റ് ഓവറിൽ ഒരു കുറച്ച് റൺസ് പോയിരുന്നെങ്കിൽ ഇതൊരു 185 അല്ലെങ്കിൽ 157 എത്തിയാണ്. അപ്പോൾ അതിനുള്ള ചാൻസ് ഒന്നും കൊടുക്കാതെ ബുംറ അത് എറിഞ്ഞ് ഭംഗിയായിട്ട് പിടിച്ചു എന്നുള്ളത് നല്ല കാര്യം. അതുപോലെ തന്നെ തിലക് വർമ്മയെ കൊണ്ടുപോലും എറിയിപ്പിച്ചിട്ട് സൂര്യകുമാർ യാദവ് ആ ഒരു ഓവേഴ്സിൻ്റെ കുറച്ചും കൂടെ ഓപ്ഷൻസ് അവസാനത്തേക്ക് എത്തിയതും അതിനുശേഷം ഇന്ത്യ എങ്ങനെ ഈ മാച്ചിലേക്ക് ബോളിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തിരിച്ചു വന്നു എന്നുള്ളതും വളരെ പ്രശംസനീയമാണ്. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിഷേക് ഇങ്ങനെ തന്നെ കളിക്കത്തുള്ളൂ. അഭിഷേക് ഇങ്ങനെ കളിച്ച് തന്നെ നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് ഏഷ്യ കപ്പിൽ. ഇതിനു മുമ്പും അഭിഷേക് ഇങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരുന്നത്. സുനിൽ ഗവാസ്കറൊക്കെ കമൻട്രിയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു റെസ്പോൺസിബിളായിട്ട് കളിക്കണമെന്നൊക്കെ. അഭിഷേക് ആസ് എ പ്ലെയർ ഇങ്ങനെ കളിക്കാനാണ് അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ കളിക്കത്തുള്ളൂ. ഇത്രയും മാച്ച് അടിച്ചു, ഒരു മാച്ച് അടിച്ചില്ലെങ്കിൽ എന്താ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർ കളിക്കണം. ഒരു ബാറ്റ്സ്മാൻ കളിക്കുന്ന ടോണിൽ നിന്ന് അവൻ്റെ പേസിൽ നിന്ന് ഒരിക്കലും മാറേണ്ട ആവശ്യമില്ല. അത് അവൻ്റെ സ്ട്രാറ്റജിയാണ്, അത് ടീമിൻ്റെ സ്ട്രാറ്റജിയാണ്. അത് സുനിൽ ഗവാസ്കറൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി സുനിൽ ഗവാസ്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഗില്ല് ആസ് ആൻ ഓപ്പണർ ഗില്ലിൻ്റെ റോൾ അവിടെ ആങ്കർ ചെയ്യുക എന്നുള്ളതാണ്. ഗില്ലത് കറക്റ്റായിട്ട് ചെയ്തില്ല. അവിടെ നമുക്ക് വേറൊരു ചോദ്യം കൊണ്ടുണ്ട്. ഇന്ത്യ
ഈ തള്ളിക്കയറ്റി വെച്ച ഗില്ല് എന്ന് പറയുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാനെ എത്രത്തോളം ഇന്ത്യക്ക് ഒരു പ്രയോജനം ചെയ്തു എന്നുള്ളത് ഈ ഏഷ്യ കപ്പിൽ മൂവിങ് ഫോർവേഡ്. ആ ഒരു സത്യം പറഞ്ഞാൽ സഞ്ജു സാംസന്റെ കാര്യം കഷ്ടമാണ്. സഞ്ജു സാംസൺ ആ ഓപ്പണിങ്ങിൽ കംഫർട്ടബിളായിട്ട് കളിച്ചു വന്നിട്ട് ഇപ്പോൾ മിഡിൽ ഓർഡറിൽ വന്നിട്ടും ചെറിയ രീതിയിലെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഞ്ജു സാംസണ് പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് പുള്ളിയെ അതിനെ അഭിനന്ദിച്ചേ മതിയാവും ചെറിയ രീതിയിലെങ്കിലും. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് മുതലാക്കിയേ പറ്റും. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ മിഡിലായാലും എവിടെയാലും മുതലാക്കിയേ പറ്റൂ. പക്ഷേ അതിന് ചെറിയ രീതിയിലാണെങ്കിലും സഞ്ജു സാംസന് പറ്റുന്നു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ഗില്ല് ആസ് എൻ ഓപ്പണർ ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും ഈ ഏഷ്യ കപ്പിൽ തന്നില്ല. അതുകൊണ്ട് തന്നെ മൂവിങ് ഫോർവേഡ് സഞ്ജു സാംസൺ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഏഷ്യ കപ്പിൽ ഇപ്പോൾ ഈ ഫൈനലിൽ തന്നെ അഭിഷേക് ശർമ്മ ഒരു മാച്ചിൽ ഔട്ടായാൽ അതേ പേസ് തന്നെ അതേ രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു സാംസൺ മറു സൈഡിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്തുമാത്രം അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കളിച്ച് വരുന്നപ്പോൾ ഒരു മാച്ചിൽ അഭിഷേക് ശർമ്മ കളിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മ കളിക്കാത്ത ഒരു മാച്ചിൽ സഞ്ജു സാംസൺ ടോപ്പിൽ നിന്ന് കളിച്ചു വന്നു കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ ഇപ്പം നമ്മൾ കാണുന്ന സഞ്ജു സാംസൺ ആയിരിക്കത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ ഫോമായിട്ട് ആ ഋതത്തിലായിരിക്കും ടോപ്പിൽ നിന്ന് പേസ് ബോളേഴ്സിനെ കളിച്ച് ആ ഋതത്തിൽ വരുന്ന സഞ്ജു സാംസൺ മിഡിൽ ഓവറിൽ ഡെഡ്ലിയാണ്. അത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിലും കണ്ടാണ്, ബംഗ്ലാദേശിനെതിരെയും കണ്ടാണ്. അപ്പോൾ അത്രയും ഡെഡ്ലി ആയിട്ടാണ് സഞ്ജു സാംസൺ ടോപ്പിൽ നിന്ന് കളിച്ച് വരുന്നത്. പക്ഷേ മിഡിൽ വന്നിട്ട് ആദ്യം തന്നെ സ്പിന്നേഴ്സിനെ കളിപ്പിക്കും. സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ ആ ഒരു മിഡിൽ ഓർഡറിൽ കളിച്ച ആ ഒരു പേസിന് മിഡിൽ ഓർഡറിൽ ഒരു ബാറ്റ്സ്മാൻ കളിക്കുന്ന പേസുമായിട്ട് അത്ര ഒരു പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ തിലക് വർമ്മ അത് കൃത്യമായിട്ട് മുംബൈ ഇന്ത്യൻസിലും അത് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ തിലക് വർമ്മയ്ക്ക് കുറച്ചും കൂടി യൂസ്ഡ് ആണ് ആ ഒരു പൊസിഷൻ. അത് നന്നായിട്ട് തിലക് വർമ്മ അത് ഇന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഔട്ട് ഇന്നത്തെ മാച്ചിലും പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സൂര്യ ഈസ് എ ക്ലാസ് പ്ലെയർ. അതിനകത്ത് നമ്മൾ കൂടുതൽ വെറിയേണ്ട ആവശ്യമില്ല. ടീം ജയിക്കുന്നുണ്ട്. സൂര്യ ഇതിന് മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ട്, IPL നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. ഒരു ബാഡ് പാച്ച് എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഉണ്ടാവും, അത് ഏതൊരു വലിയ ബാറ്റ്സ്മാൻ ഉണ്ടാവും. അങ്ങനെ ഒരു ബാഡ് പാച്ചായിട്ട് കൂട്ടിയാൽ മതി. ഈ T20 ഒരു നമ്പർ 1 ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാഡ് പാച്ചിന് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ പേസുള്ള വിക്കറ്റിലേക്ക് വരുമ്പോൾ സൂര്യക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ UAE വിക്കറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ശൈലിക്ക് ഈ ഒരു വിക്കറ്റ് കുറച്ച് സ്പോഞ്ചി ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ഈ വിക്കറ്റ് പറ്റാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഓസ്ട്രേലിയൻ വിക്കറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് അടുത്ത വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. സോ ഹി വിൽ കം ബാക്ക്. അതിനകത്ത് പുള്ളിയെ തെറിവിളിക്കേണ്ടതോ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ബാഡ് പാച്ച് ഉണ്ടാവും. സൂര്യ അങ്ങനെ മോശമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് പെർഫോം ചെയ്ത് വരുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. ഹി ഇനഫ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇനി തിലക് വർമ്മയിൽ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇന്നിങ്സ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് ഇത്രയും പ്രഷറായിട്ടുള്ളൊരു മാച്ചിൽ ഇന്ത്യ ഇത്രയും ആ ഒരു 20 റൺസിൽ 3 വിക്കറ്റ് പോയതിന് ശേഷം ഇന്ത്യ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടുന്ന് ആ മിഡിൽ ഓർഡറിൽ കളിച്ച് എല്ലാ ചലഞ്ചസും അതിജീവിച്ച് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ജോബ്. അതൊരു ചെറിയൊരു ഒരു സംഭവമേ അല്ല. പുള്ളി അത് ചെയ്തതിൽ ആ ഒരു ടെമ്പറമെൻറ്റ്, ചെറിയ പയ്യനാണ്, ഈ ഒരു പ്രായത്തിൽ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയത്. വിരാട് കോഹ്ലിയൊക്കെ കളിക്കുന്ന പോലെ പാകിസ്ഥാനെതിരെയൊക്കെ ഒരു ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഹാരിസ് റോൾഫിനെ 17 റൺസ് അടിച്ച ആ ഒരു ഓവർ, 15ാമത്തെ ഓവർ, അത് വലിയ ടേണിംഗ് പോയിൻ്റാണ്. അവിടെ ആ 17 റൺസ് വന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഈസി ആയത്. അതുപോലെ തന്നെ സഞ്ജു സാംസൻ്റെ ആ ഒരു പാർട്ണർഷിപ്പ്, ചെറുതാണെങ്കിൽ പോലും ആ ഒരു പാർട്ണർഷിപ്പ് തിലക് വർമ്മ ആൻഡ് സഞ്ജു സാംസൺ വളരെ ക്രൂഷ്യലായിരുന്നു. അത് ഒരു ടോൺ, ആ ഒരു വിക്കറ്റ് പോയി നിന്ന ഒരു അവസരത്തിൽ നിന്ന് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ടോൺ സെറ്റ് ചെയ്ത ആ ഒരു പാർട്ണർഷിപ്പായിരുന്നു. ആൻഡ് ശിവൻ ദുബൈ ഇങ്ങനെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു ഏഷ്യ കപ്പിൽ നോക്കുകയാണെങ്കിൽ അത് ഈ റൺസൊന്നും അടിക്കാത്തൊരു ബാറ്റ്സ്മാനാണ്. പക്ഷേ അടിച്ച കുറേ സിക്സുകളൊക്കെ ഉണ്ടായിരുന്നു ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ. അതായത് 18ാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിൽ ഹാരിസ് റോൾഫിനെ അടിച്ചൊരു 6, അവിടെയാണ് ടാലി ആവുന്നത് കാര്യം വന്നിട്ട്. അതായത് ആ ഓവറിൽ 13 റൺസ് ആവുന്നു, അടുത്ത 2 ഓവറിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആവുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ഒരു 4 അടിച്ചിട്ടാണ് തൊട്ടടുത്ത ബോളിൽ ശിവൻ ദുബൈ ഔട്ടാവുന്നത്. ആ 4 കൊണ്ടുവന്ന് കുറച്ചും കൂടി ഇക്വേഷൻ കുറച്ചും കൂടി ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ആ 4 ആണ്. അതുപോലെ അതിനു തന്നെ അബ്രാറിനെ ഒരു 6 അടിക്കുന്നുണ്ട്. അങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള റൺസാണ് ശിവൻ ദുബൈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നൽകിയത്. അതുപോലെ തന്നെ ലാസ്റ്റിൽ വന്നിട്ട് ലാസ്റ്റ് ഓവറിൽ തിലക് വർമ്മ അടിച്ച, ഹാരിസ് റോൾഫിനെ അടിച്ച 6, ആ ഓവറിൽ ശരിക്കും പറഞ്ഞാൽ 10 റണ്ണ് വേണ്ടപ്പോൾ ഇന്ത്യ ഒരു 2-3 ബോൾ എത്തിയിരുന്നെങ്കിൽ പ്രഷർ ഹ്യൂജ് ആയനെ. ഒരു 3 ബോൾ വരെ ഇന്ത്യക്ക് റണ്ണ് അധികം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ നിന്നിരുന്നുണ്ടെങ്കിൽ ഇമ്മൻസ് പ്രഷർ ആയനെ ഇന്ത്യയുടെ മേളിൽ. പക്ഷേ അതൊന്നും അനുവദിക്കാതെ തന്നെ 2ാമത്തെ ബോളിൽ തന്നെ ആ ഒരു 6 അടിക്കാൻ കാണിച്ച ആ ഒരു ടാലൻറ്റ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈസി ആയത് ലാസ്റ്റ് ഓവറിൽ. ആൻഡ് റിങ്കു സിംഗ് ഒബിയസ്ലി അത് ഫിനിഷ് ചെയ്തെന്നുള്ളത്, ആ പ്രഷറിൽ വന്നിട്ട് ആ ഒരു ഫിനിഷ് ചെയ്യുന്നതിനും വേണം ഒരു കഴിവ്. റിങ്കു സിംഗ് ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ഏഷ്യ കപ്പ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് ആണ് എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയണത്. എക്സാക്ട്ലി അത് തന്നെ. ഒരു ബോളെ റിങ്കു സിംഗ് ഈ ഏഷ്യ കപ്പിൽ കളിച്ചുള്ളൂ. ആ ഒരു ബോൾ ഇന്ത്യ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോളായിരുന്നു. ഒരു ബോൾ, അതാണ് വിധി എന്ന് പറയുന്നത്. കറക്റ്റ് ഈസ് ഡെസ്റ്റിൻഡ് ടു മേക്ക് ഇന്ത്യ വിൻ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സത്യം.
ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാതിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. ഒരു ബോളറും കൂടെ ഇന്ത്യക്ക് വേണം. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എത്രത്തോളം മറ്റ് ടീമുകൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ടൊക്കെ വരുന്ന T20 വേൾഡ് കപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസിലൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. അതോ ഇനി ഗംഭീർ UAE വേണ്ടി UAE പിച്ച് സ്ലോ ആയതുകൊണ്ട് മാത്രം അർഷ്ദീപിനെ കളിപ്പിക്കാത്തതാണോ എന്ന് അറിയില്ല. കാരണം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ ഒരു സ്ട്രാറ്റജി തന്നെ എടുത്തിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർഷ്ദീപ് കളിച്ചേക്കാം. പക്ഷേ ഇന്നും എനിക്ക് അർഷ്ദീപ് കളിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഇല്ലാതെ. അപ്പോൾ അത് നടന്നില്ല. അത് ഇന്ത്യക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ സ്റ്റിക്ക് ചെയ്യുമോ അതോ UAE കഴിയുമ്പോൾ അത് അവിടെ വിട്ടിട്ട് വീണ്ടും 2 പേസ് ബോളർ എന്നുള്ള രീതിയിലേക്ക് 2 പേസ് ബോളർ പ്ലസ് ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഗംഭീറിൻ്റെ കോച്ചിങ് ഒരു രക്ഷയില്ല. ഈ ഒരു ഗ്രൂപ്പിനെ പുള്ളി എങ്ങനെ ഒത്തൊരുമയോടെ കൊണ്ടുവന്നു, ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നു, ഈ പിള്ളേർക്ക് എത്രമാത്രം ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ശിവൻ ദൂബെ ഒന്നും നമ്മളൊരു ക്ലച്ച് പെർഫോമൻസ് ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഒരു ബിഗ് ഹിറ്ററാണ്, ചെന്നൈക്ക് വേണ്ടിയിട്ട് ബിഗ് ഹിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ചില മാച്ചുകളിലൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മാച്ചിലൊക്കെ വന്ന് അടിക്കാനുള്ളൊരു മെൻ്റൽ ടഫ്നെസ് ശിവൻ ദൂബെക്ക് ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നില്ല. പക്ഷേ ഇൻക്രെഡിബിളായിട്ടാണ് ഈ മാച്ചിൽ കളിച്ചത്. അതുപോലെ ഓരോ പ്ലേയേഴ്സിനും, റിങ്കു സിംഗ് അതുപോലെ തന്നെ ഓരോ പ്ലേയേഴ്സും ഫീൽഡിലൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, അവർക്ക് എന്തും ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നും തിരിച്ചു വരാനും നമുക്കിത് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്ലേയേഴ്സിനെല്ലാം ഉണ്ട്. ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആ ഒരു ഡോമിനേറ്റിംഗ് മെൻറ്റാലിറ്റി, ഏത് കുഴി പോയാലും നമുക്കതൊന്നും വിഷയമല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. അതിന് ഗംഭീറിനുള്ള പങ്കും ആ ഒരു ഫിയർലെസ് അപ്രോച്ച്, അതിൻ്റെ പങ്ക് ഗംഭീറിൻ്റെ വളരെ വലുതാണ്. ഇനി നമുക്ക് പാകിസ്ഥാൻ ടീമിനെ പറ്റി പറയാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് മൂവിങ് ഫോർവേഡ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഞാൻ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. അതായത് ജയ്സ്വാൾ ഈ ഓപ്പണിങ്ങിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? നമ്പർ 1 അഭിഷേക് ശർമ്മ ആൻഡ് ജയ്സ്വാൾ ലെഫ്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും എങ്ങനെ ഉണ്ടാവും ഇന്ത്യയുടെ ഒരു ടീം? ജയ്സ്വാൾ ആൻഡ് അഭിഷേക് ശർമ്മ, നമ്പർ 3 സഞ്ജു സാംസൺ, നമ്പർ 4 തിലക് വർമ്മ ആൻഡ് നമ്പർ 5 സൂര്യകുമാർ യാദവ്, ദെൻ ഹർദിക് പാണ്ഡ്യ ആൻഡ് അടുത്ത ഓൾറൗണ്ടർ എന്ന് വെച്ചാൽ അക്ഷർ പട്ടേലോ അല്ലെങ്കിൽ ശിവൻ ദൂബെയോ റിങ്കു സിംഗോ ആരാണെന്ന് വെച്ചാൽ എങ്ങനെ ഫോം ചെയ്ത് വരുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ജയ്സ്വാളും കൂടി ഈ ഒരു ടീമിലേക്ക് വരണം. എന്താണ് പയ്യൻ ചെയ്ത് തെറ്റെന്ന് എനിക്കറിയില്ല. ജയ്സ്വാളും ഡിസേർവിങ് ഉണ്ട് ഈ ഒരു ടീമിലേക്ക് കളിക്കാനായിട്ട്. ഇനി മൂവിങ് ഫോർവേഡ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ജയ്സ്വാളിനെയും കൂടെ T20 സെറ്റപ്പിലേക്ക് ചെറിയ അവസരങ്ങൾ കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം താരങ്ങളിലേക്ക് വരാം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്താണിത്? ബാബർ അസം തീർച്ചയായിട്ടും ഇനി തിരിച്ച് ടീമിലേക്ക് വരും. ഞാൻ ഈ ടീമിൻ്റെ ഭാവിയിലേക്ക് കാണുമ്പോൾ നല്ലൊരു ടീമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ടീമും വളരെ മോശമൊന്നുമല്ല, പക്ഷേ ഇവരുടെ ക്യാപ്റ്റൻ വളരെ മോശമാണ്. സൽമാൻ അലി ആക T20 ഫോർമാറ്റിന് പറ്റിയൊരു പ്ലെയറേ അല്ല. ക്യാപ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മെച്ചമൊന്നുമല്ല. അവിടെ ഞാൻ ബാബർ അസത്തെ ക്യാപ്റ്റൻസി അല്ല, ആ ഒരു പൊസിഷനിലേക്ക് ബാബർ അസം ഇതിലും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് നമ്മുടെ മുഹമ്മദ് റിസ്വാനെ ഞാൻ കൂട്ടുന്നില്ല. മുഹമ്മദ് റിസ്വാൻ എന്നെ സംബന്ധിച്ച് T20യിലേക്ക് വരാൻ പറ്റിയൊരു പ്ലെയറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ബാബർ അസത്തിന് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നാൽ തെറ്റൊന്നുമല്ല. ഈ സൽമാൻ അലിയെക്കാട്ടിലും ബെറ്ററാണ്. അതുപോലെ തന്നെ തലാത്ത് എന്ന് പറഞ്ഞ പ്ലെയറും T20 കളിക്കാൻ ഒട്ടും ഒരു പോരാത്ത പ്ലെയറാണ്. പക്ഷേ ആ ഓപ്പണിംഗ് ലെവൽ പ്ലെയർ ഇപ്പോൾ ഫക്കർ സമാൻ നന്നായിട്ട് കളിച്ചു, ഫർഹാൻ നന്നായിട്ട് കളിച്ചു, സൈം മൊയ്ബ് ഒബിയസ്ലി ടാലൻ്റ് ഉള്ളൊരു പ്ലെയറാണ്. ഹി ക്യാൻ ബോൾ ഓൾസോ, അതുവരെ ഓക്കെയാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫഹീം അഷ്റഫ് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇന്ന് ബോൾ ചെയ്തു, ക്രൂഷ്യൽ വിക്കറ്റ്സ് എടുത്തു. അതുപോലെ മുഹമ്മദ് നവാസ് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അതുതന്നെ ഹസൻ നവാസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. സോ ഹസൻ നവാസ് പ്ലസ് ബാബർ അസം അങ്ങനെ ഒക്കെ ഉള്ളത്. അതുപോലെ വസീം ജൂനിയർ എന്ന് പറഞ്ഞൊരു ബോളറുണ്ട്. ഒരുപക്ഷെ ഹാരിസ് റൌഫിന് പകരം ആ ഒരു ബോളറിനെയൊക്കെ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ കോച്ചും അത്ര അങ്ങോട്ട് സുഖമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്ട്രാറ്റജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ടീം സെലക്ഷൻ. സോ അത് ഇന്നത്തെ ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കളിയിൽ മെൻ്റൽ ടഫ്നെസ് ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഹാരിസ് റൌഫിൻ്റെ ഈഗോ ആവശ്യമില്ലാതെ 15ാമത്തെ ഓവർ വന്നിട്ട് 17 റൺസ് കൊടുത്തത് എങ്ങനെയാണ് ഫഹീം അഷ്റഫ് ഇന്ത്യയുടെ വിക്കറ്റ് എടുത്തതും ഇന്ത്യയെ പിടിച്ച് കെട്ടിയതെന്ന് ഹാരിസ് റൌഫ് കണ്ടാണ്. പക്ഷേ അവിടുന്ന് ഹാരിസ് റൌഫ് മാത്രം വന്നിട്ട് ഫുള്ള് സ്പീഡിൽ എറിയുക, വിക്കറ്റ് എടുക്കാൻ നോക്കുക, ഷോ ഓഫ് കാണിക്കുക, പട്ടി ഷോ കാണിച്ചിട്ട് കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ കണ്ടീഷനിൽ മറ്റ് ബോളേഴ്സ് എറിഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെ എറിയണമെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് എറിയാതെ ഞാൻ ഇങ്ങനെ എറിയും വലിയ സ്പീഡ് കാണിച്ചിട്ട് വന്ന് എറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കിട്ടിയത്. 50 റൺസിന് മേളിൽ അടിച്ചു എന്ന് നല്ല രീതിയിൽ കിട്ടി. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിന് മറ്റ് പല റീസൺസിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ്റെ പല ആക്ഷനുകൾക്കുള്ള മറുപടി ബൂംറ എറിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നല്ല രീതിയിൽ തല്ല് കിട്ടിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പാകിസ്ഥാൻ ടീം തിരിച്ചു പോയിട്ട് സ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആദ്യം മുതൽ എഴുതി തുടങ്ങണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, അതായത് റിലീജിയസ് കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്സും ആവശ്യമില്ലാത്ത മിലിറ്ററിയും ആ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മോട് മാറ്റി വെച്ചിട്ട് ആദ്യം ക്രിക്കറ്റിൽ ശ്രദ്ധിക്കാനും എങ്ങനെ ഒരു ക്രിക്കറ്റ് ടീമിനെ ബിൽഡ് ചെയ്യാം അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അവർ
അവർ ഫോക്കസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടീം ഒരു ബേസാണ്, ഒരു ബേസ് ടീം ഉണ്ട് ഇതിനകത്ത്, നല്ല പെർഫോമൻസുകളുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഈ ഒരു ബേസ് ടീമിനെ വെച്ചുകൊണ്ട് മെറിറ്റിൽ ഈ ഏതൊക്കെ ഗ്യാപ്സ് ആണോ ഉള്ളത് ആ ഗ്യാപ്സിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യുന്ന രീതിയിൽ മറ്റു പ്ലേയേഴ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധിച്ച് ക്രിക്കറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ക്രിക്കറ്റ് കളിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ടീമിന് സാധിക്കും. സോ ഇതാണ് ഏഷ്യ കപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു സംഭവം. അതായത് പാകിസ്ഥാൻ ഇന്നത്തെ ബെസ്റ്റ് സെക്കൻഡ് ടീമാണോ എന്ന് ഞാൻ പറയില്ല. ശ്രീലങ്ക വാസ് എ ബെറ്റർ ടീം ദാൻ പാകിസ്ഥാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മൊത്തത്തിൽ നോക്കുമ്പോൾ. ബംഗ്ലാദേശും കുറച്ച് അങ്ങും ഇങ്ങും ഗ്ലിംസ് ഓഫ് ടാലൻസ് കാണുന്നുണ്ട്, പക്ഷേ എപ്പോഴത്തെയും പോലെ അവർക്കത് ഒരു മെൻ്റൽ ടഫ്നെസ്സും ഇല്ല, അതുപോലെ തന്നെ ഒരു അച്ചടക്കവും ഒന്നും ഇല്ലാത്തൊരു ടീമാണ്. ബട്ട് ശ്രീലങ്ക ജയസൂര്യയുടെ കോച്ചിങ്ങിന് അണ്ടറിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് വരും. T20 വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ വെരി സോറി, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു സെമി ഫൈനലിലേക്കോ അല്ലെങ്കിൽ ഈവൻ ഫൈനലിലേക്കോ വരെ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷയാണ്. പക്ഷേ നേരത്തെ ഇതാവേണ്ടി വന്നു. അവരുടെ ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സ്പിൻ ബോളിംഗ് ആൻഡ് ബാറ്റിങ്ങിന് ആ ഒരു മെച്യൂരിറ്റി, ബാറ്റ്സ്മാൻമാർക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തതാണ് അവരുടെ ഒരു പ്രശ്നം. സോ ദേ വിൽ ഓൾസോ ഇമ്പ്രൂവ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ത്യ vs പാകിസ്ഥാൻ ഫൈനലിനെ പറ്റിയിട്ടും ഓവറോൾ ഏഷ്യ കപ്പിനെ പറ്റിയിട്ടുള്ള തോട്ട്സ്. ഇനി സഞ്ജു സാംസന്റെ ഈ ഏഷ്യ കപ്പിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എന്തായിരിക്കും സഞ്ജു സാംസന്റെ മുന്നിലേക്കുള്ള ഭാവി എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക. വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.